ഗസയിൽ ഇസ്രായേൽ ആക്രമണം തുടരുന്ന കാലമത്രയും ചെങ്കടൽ ഓപ്പറേഷനിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഹൂത്തികൾ. ചെങ്കടൽ വഴി ഇസ്രായേലിലേക്കും തിരിച്ചുമുള്ള ഒരു ചരക്ക് ഗതാഗതവും അനുവദിക്കില്ലെന്നാണ് യമൻ വിമതർ ആവർത്തിക്കുന്നത്. ഓപ്പറേഷൻ കടുപ്പിക്കുമെന്ന മുന്നറിയിപ്പുകൾക്ക് പിന്നാലെയാണ് ഞായറാഴ്ച ഗ്രീക്ക് കപ്പലിനെ ലക്ഷ്യമാക്കി ഹൂത്തികളുടെ വൻ ആക്രമണം നടക്കുന്നത്. ഇതിനുശേഷം തിങ്കളാഴ്ചയും മറ്റൊരു ഗ്രീക്ക് കപ്പൽ ആക്രമിക്കപ്പെട്ടുവെന്നാണ് വാർത്താ ഏജൻസികളായ അസോസിയേറ്റഡ് പ്രസ്സും റോയിട്ടേഴ്സും റിപ്പോർട്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ സംഭവത്തിൽ 3 നാവികർ കൊല്ലപ്പെടുകയും 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടെന്നും വിവരമുണ്ട്. അതിനിടെ ഞായറാഴ്ചത്തെ ചെങ്കടൽ ഓപ്പറേഷന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഹൂത്തികൾ. പലതവണ നൽകിയ മുന്നറിയിപ്പുകളെല്ലാം അവഗണിച്ച് മുൻപോട്ട് പോയതോടെയാണ് കപ്പൽ ഹൂത്തികൾ ആക്രമിച്ചതെന്ന് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഒടുവിൽ കപ്പൽ കടലിൽ മുക്കുകയും ചെയ്യുന്നുണ്ട് വിമത സൈനികർ. കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ദൃശ്യങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് വരാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഞായറാഴ്ച പകലായിരുന്നു ലൈബീരിയൻ പതാക വഹിച്ച ഗ്രീക്ക് കപ്പൽ മാജിക് സീസ് ചെങ്കടലിൽ പ്രവേശിച്ചത്. ഇസ്രായേലിലേക്കുള്ള ചരക്കുമായി പുറപ്പെട്ട കപ്പലാണെന്ന സൂചനയ്ക്ക് പിന്നാലെയായിരുന്നു ഹൂത്തി നാവികസേന കപ്പലിന് നേരെ തിരിച്ചത്. യമനിലെ അൽ ഹുദൈദ തുറമുഖത്ത് നിന്ന് ഏകദേശം 51 നോട്ടിക്കൽ മൈൽ അകലെ എത്തിയിരുന്നു മാജിക് സീസ്. ഇതിനുശേഷം ചെങ്കടലിൽ നടന്നതെന്താണെന്ന് ഹൂത്തികൾ പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ കാണാം. യമൻ നാവികസേന റേഡിയോ സിസ്റ്റത്തിലൂടെ മാജിക് സീസിന് തുടർച്ചയായി മുന്നറിയിപ്പുകളും നിർദ്ദേശങ്ങളും നൽകുന്നുണ്ട്. യമൻ നാവികസേനയാണ് ചാനൽ 16 വഴി നിങ്ങളെ വിളിക്കുന്നത്. സുരക്ഷാ പരിശോധനയ്ക്കും ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമായി ക്യാപ്റ്റൻ വേഗം കുറച്ച് പതുക്കെ കപ്പൽ നിർത്തണം. ഇങ്ങനെയായിരുന്നു ആദ്യത്തെ നിർദ്ദേശം. എന്നാൽ കപ്പൽ മുൻപോട്ട് തന്നെ സഞ്ചരിച്ചതോടെ അടിയന്തരമായി കപ്പൽ നിർത്തണമെന്ന് ഉത്തരവിട്ടു ഹൂത്തികൾ. ഇല്ലെങ്കിൽ സംഭവിക്കുന്നതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ക്യാപ്റ്റൻ ഏറ്റെടുക്കേണ്ടി വരുമെന്നും വ്യക്തമാക്കി. സുരക്ഷാ പരിശോധന നടത്താനും ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാനുമായാണ് പറയുന്നത്. ക്യാപ്റ്റൻ വേഗം കുറച്ച് കപ്പൽ എത്രയും പെട്ടെന്ന് നിർത്തണമെന്നും ആവർത്തിച്ചു. നിരന്തരമായ ഇൻസ്ട്രക്ഷനുകൾ ലഭിച്ചതോടെ മാജിക് സീസ് കപ്പലിലെ ക്യാപ്റ്റൻ പ്രതികരിക്കുന്നു. കപ്പൽ നിയമപരമായ അതിർത്തിയിലാണ് ഉള്ളതെന്നും തങ്ങളുടെ സഞ്ചാരം തടയരുതെന്നും ക്യാപ്റ്റൻ ആവശ്യപ്പെട്ടു. കപ്പൽ നിർത്താതെ മുൻപോട്ട് പോകുകയും ചെയ്തു. ഇതോടെ അവസാന മുന്നറിയിപ്പ് നൽകി യമൻ സൈനികർ. തങ്ങളുടെ നിർദ്ദേശങ്ങൾ അവഗണിച്ച് മുൻപോട്ട് പോകുകയാണെങ്കിൽ എല്ലാ ഉത്തരവാദിത്തവും ക്യാപ്റ്റനാകും. ആവർത്തിച്ച് പറയുകയാണെന്ന് സംഘം വ്യക്തമാക്കി. എന്നാൽ ഈ മുന്നറിയിപ്പുകളെല്ലാം കേട്ടിട്ടും മാജിക് സീസ് നിർത്തിയില്ല. കടലിലൂടെ സഞ്ചാരം തുടരുകയും ചെയ്തു. ആളില്ലാ ബോട്ടുകൾ കപ്പൽ ലക്ഷ്യമാക്കി കുതിക്കുന്നതാണ് പിന്നാലെ കാണുന്നത്. തൊട്ടുപിറകെ കപ്പലിന് നേരെ മിസൈലുകൾ പതിക്കുന്നു. തീ ആളിക്കത്തി പുകപടലങ്ങൾ ഉയരുന്നു. ഇതോടെ ക്യാപ്റ്റൻ മറ്റൊരു കപ്പലിനോട് സഹായം അഭ്യർത്ഥിക്കുന്നത് പശ്ചാത്തലത്തിൽ കേൾക്കാം. അടിയന്തരമായി സഹായിക്കണമെന്ന് ക്യാപ്റ്റൻ അപേക്ഷിക്കുന്നു. എന്ത് സഹായമാണ് വേണ്ടതെന്ന് തിരിച്ച് മറുപടിയും ലഭിക്കുന്നുണ്ട്. ഞങ്ങളെ രക്ഷിക്കണം, കപ്പലിലെ ജീവനക്കാരെ രക്ഷിക്കണം. ഹൂത്തികൾ കപ്പൽ ലക്ഷ്യമാക്കി ആക്രമണം നടത്തുന്നു. കപ്പൽ മുങ്ങാനിടയുണ്ട്, ക്യാപ്റ്റൻ അറിയിച്ചു. പിന്നാലെ തോക്കുകളുമായി കപ്പലിൻ്റെ ഓപ്പൺ ഡെക്കിലൂടെ കുതിച്ചെത്തുന്നുണ്ട് ഹൂത്തി സംഘം. അകത്ത് കയറി അവർ കപ്പൽ നിയന്ത്രണത്തിലാക്കുന്നു. ഇതിനിടെ 3 സൈനികർ ഡെക്കിൻ്റെ ഏറ്റവും മുകളിൽ കയറി നിന്ന് ഇസ്രായേലിന് നാശം, അമേരിക്കയ്ക്ക് നാശം എന്നെല്ലാം മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നുണ്ട്. 4 ഉഗ്രസ്ഫോടനങ്ങൾ നടക്കുന്നതാണ് പിന്നാലെ കാണുന്നത്. കപ്പൽ പതിയെ കടലിൽ മുങ്ങിത്താഴുന്നതും പൂർണ്ണമായി അപ്രത്യക്ഷമാകുന്നതും ദൃശ്യങ്ങളിൽ കാണാം. സംഭവത്തിന് പിന്നാലെ ഒരു ബോട്ടിൽ കപ്പൽ ജീവനക്കാർ രക്ഷപ്പെട്ടെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് എത്തിയ കപ്പലിലാണ് സംഘം രക്ഷപ്പെട്ടതെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. കപ്പലിലെ ജീവനക്കാർ മുഴുവൻ സുരക്ഷിതരാണെന്നാണ് വിവരം. എന്നാൽ മാജിക് സീസ് ആക്രമിക്കപ്പെട്ട വിവരം പുറത്തു വന്ന ശേഷവും മറ്റൊരു കപ്പൽ ഇതേ പാതയിലൂടെ സഞ്ചരിക്കാൻ ശ്രമിച്ചു. ഇത്തവണയും ലൈബീരിയൻ പതാക വഹിച്ച മറ്റൊരു ഗ്രീക്ക് കപ്പലായിരുന്നു ഹൂത്തി ഭീഷണികൾ മറികടന്ന് ചരക്ക് ഗതാഗതത്തിന് ശ്രമിച്ചത്. എറ്റേണിറ്റി സി എന്ന പേരിലുള്ള ഈ കപ്പലും ആക്രമിക്കപ്പെട്ടതായാണ് വിവരം. സംഭവത്തിൽ 3 ജീവനക്കാർ കൊല്ലപ്പെട്ടെന്ന് അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫിലിപ്പീൻ സ്വദേശികളാണ് കൊല്ലപ്പെട്ടതെന്നാണ് സീ ട്രേഡ് മാരിടൈം ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ആക്രമണത്തിൽ 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്തം ഈ വീഡിയോ സ്റ്റോറി തയ്യാറാക്കുന്നതുവരെയും ഹൂത്തികൾ ഏറ്റെടുത്തിട്ടില്ല.